ഒരു ആണവ കേന്ദ്രം തകർക്കപ്പെട്ടാൽ എത്രത്തോളം ഭീകരമാവും അതിന്റെ പ്രത്യാഘാതങ്ങൾ? ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ തുടക്കം മുതലേ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. ആണവ നിലയങ്ങളിലെ ആക്രമണങ്ങളുടെ വരും വരായികകൾ ചെർണോബിലും ഫുകുഷിമയും ഒക്കെ നമുക്ക് നേരത്തെ തന്നെ കാട്ടി തന്നിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ വീണ യുഎസിന്റെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അണുവികിരണത്തിന് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം. ഫോർദോ, ഇസ്ഫഹാൻ, നദാൻസ് ആണവ നിലയങ്ങളിലെ ആക്രമണം വഴി ആണവ ചോർച്ച ഉണ്ടായോ എന്നും ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളമാകുമെന്നും പരിശോധിക്കുകയാണ് ഇൻഡെപ്ത്. സ്വാഗതം. നിലവിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ ആണവ ചോർച്ചയുടെ ഭീഷണി ഇല്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വികിരണത്തിന്റെ വലിയ അളവിലുള്ള ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്ന് ശാസ്ത്രലോകം ഉറപ്പു നൽകുന്നുമുണ്ട്. എന്നാൽ ബുഷേർ ആണവ നിലയത്തെ മിസൈലുകൾ ലക്ഷ്യമിട്ടാൽ അത് വൻ ദുരന്തത്തിന് വഴിവെക്കും എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇവർ. സംഘർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഫോർദോ, ഇസ്ഫഹാൻ, നദാൻസ് എന്നീ 3 ന്യൂക്ലിയർ സൈറ്റുകളാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. ഇവ 3ഉം യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റുകളും ന്യൂക്ലിയർ ടെക്നോളജി സെന്ററും ഒക്കെയാണ്. റഷ്യയുടെ പങ്കാളിത്തമുള്ള ബുഷേറാണ് ഇറാനിൽ നിലവിൽ പ്രവർത്തനത്തിലുള്ള ഏക ആണവ നിലയം. വലിയ രീതിയിൽ ആണവ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെയാണ് ബുഷേറിലെ ആക്രമണ ഭീഷണികൾ ഏറെ ഭയത്തോടെ നോക്കിക്കാണേണ്ടതും. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര ആറ്റമിക് എനർജി ഏജൻസി അഥവാ IAEA തുടക്കത്തിൽ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പരിസ്ഥിതിക്കും മനുഷ്യർക്കും അപകടമാകുന്ന വിധത്തിൽ റേഡിയേഷൻ പുറപ്പെടാനുള്ള സാധ്യത ഇത്തരം ആക്രമണങ്ങളിലൂടെ വർദ്ധിക്കുമെന്നാണ് IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി ചൂണ്ടിക്കാട്ടിയത്. ഇത് വിശദീകരിച്ച് ഒരു യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ സറി സർവകലാശാലയിലെ പ്രൊഫസർ പാഡി റീഗൻ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം എങ്ങനെയാണ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് ആദ്യം നോക്കാം. ഫോർദോ, ഇസ്ഫഹാൻ പോലുള്ള യുറേനിയം സമ്പുഷ്ടീകരണ സൈറ്റുകളിൽ നടക്കുന്നത് യുറേനിയത്തിന്റെ ഐസോടോപ്പുകളുടെ നിർമ്മാണമാണ്. അതായത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ 2 തരത്തിലുള്ള യുറേനിയമാണ് ലഭിക്കുക. യുറേനിയം 238ഉം യുറേനിയം 235 എന്ന മറ്റൊന്നും. ലഭിക്കുന്നവയിൽ 99.3% യുറേനിയം 238 ആയിരിക്കും. 0.7% മാത്രമേ 235 ആയിരിക്കാൻ സാധ്യതയുള്ളൂ. ന്യൂക്ലിയർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ആണവ റിയാക്ടറുകളിലേക്ക് മറ്റും ഏറെ ആവശ്യമായി വരുന്നത് ഈ അളവ് കുറവുള്ള യുറേനിയം 235 ആണ്. ഇതിന്റെ അളവ് കൂട്ടുകയാണ് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റുകളിൽ നടക്കുന്നത്. സെൻട്രിഫ്യൂജ് എന്നറിയപ്പെടുന്ന യന്ത്രങ്ങളിൽ യുറേനിയം വാതക രൂപത്തിൽ കടത്തിവിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ന്യൂക്ലിയർ റിയാക്ടറിലേക്ക് കടക്കും മുൻപ് യുറേനിയം വെറും ഒരു റേഡിയോ ആക്റ്റീവ് പദാർത്ഥം മാത്രമാണ്. വളരെ കുറഞ്ഞ രീതിയിലെ റേഡിയോ ആക്ടിവിറ്റി അത് പുറപ്പെടുവിക്കുന്നുള്ളൂ. ആണവ കേന്ദ്രങ്ങളിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം 3 മുതൽ 5% വരെ ലഭിക്കണം. എന്നാൽ അണ്വായുധങ്ങൾ നിർമ്മിക്കാൻ ഈ യുറേനിയം 90%-ലധികം കിട്ടേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം എത്ര അധികം കിട്ടുന്നോ അത്രയും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇങ്ങനെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നിറഞ്ഞ ആണവ കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നതിന്റെ ഭീകരത വളരെ വലുതാണ്. ചെർണോബിലും ഫ്യൂകുഷിമയും ഒന്നും നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ലെങ്കിലും റിയാക്ടറുകൾ ഉള്ള പ്രദേശത്ത് അത് അപകടം വരുത്തുക തന്നെ ചെയ്യും. യുറേനിയത്തിന് റേഡിയേഷൻ ഒരുപാട് ദൂരത്തേക്ക് വമിപ്പിക്കാനുള്ള കഴിവില്ല. പക്ഷേ ആണവ സൈറ്റുകളിൽ എന്തെങ്കിലും സ്ഫോടനങ്ങൾ ഉണ്ടായാൽ ഏറ്റവും അടുത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ അവ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്ഫോടനങ്ങളിൽ ആണവ ചോർച്ചയുണ്ടായി അപ്പോൾ പുറത്തേക്ക് വരുന്ന യുറേനിയം ശരീരത്തിലെത്തിയാൽ അതൊരു ഗുരുതരമായ അവസ്ഥയാവും. ശ്വാസകോശത്തിലും വയറിലുമൊക്കെ ഇങ്ങനെ യുറേനിയം എത്തിയാൽ ഇവയ്ക്ക് ഇവിടെ വെച്ച് റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിക്കും. അതായത് മനുഷ്യ ശരീരത്തിൽ വെച്ച് തന്നെ അത് നശിക്കും. അങ്ങനെ വന്നാൽ ക്യാൻസർ അടക്കമുള്ള ഗുരുതര രോഗങ്ങൾക്കാവും അത് വഴിവെക്കുക. ഇത് ഒരു വ്യക്തിയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല എന്നതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാക്കി തരുന്നത്. ന്യൂക്ലിയർ സൈറ്റുകളിൽ നിന്ന് മൈലുകൾ അകലെയാണ് ജനവാസ കേന്ദ്രങ്ങൾ സാധാരണ ഉള്ളതെങ്കിലും ഈ കേന്ദ്രങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വികിരണം ആദ്യം ബാധിക്കുക പവർ പ്ലാന്റുകൾക്ക് ഏറ്റവും അടുത്തുള്ള ആളുകളെ ആയിരിക്കും. സാധാരണ സമ്പുഷ്ടീകരണ പ്ലാന്റുകളിലെ ആക്രമണം പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന പ്രത്യാഘാതങ്ങളാണ് കൂടുതലും സൃഷ്ടിക്കുക. പക്ഷേ ബുഷേർ പോലുള്ള വലിയ പവർ റിയാക്ടറുകളുടെ സ്ഥിതി അതല്ല. ഇവിടെ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ മാരകമായ രീതിയിൽ ജന്തുജീവികളെ ബാധിക്കും. വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ റേഡിയോ ആക്റ്റീവ് ഘടകങ്ങൾ എത്തുന്നത് മൂലം അത്തരം ആണവ ദുരന്തങ്ങളുടെ വ്യാപ്തിയും ഭീകരമായിരിക്കും. ബുഷേറിലെ ആണവ നിലയത്തെ ഇസ്രായേൽ ആക്രമിച്ചു എന്ന തരത്തിൽ തുടക്കത്തിൽ വാർത്തകൾ എത്തിയിരുന്നു. എന്നാൽ ഇസ്രായേൽ തന്നെ ഇത് നിഷേധിച്ചു. ഇറാനിൽ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പറക്കുന്ന പട്ടണമാണ് ബുഷേർ. ഇവിടെയുള്ള ആണവ പ്ലാന്റിൽ ആക്രമണം ഉണ്ടായാൽ അതിന് ഇസ്രായേൽ തന്നെ വലിയ വില നൽകേണ്ടി വരും. ബുഷേറിലെ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ഭയക്കുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. ഇവിടെ ആക്രമണം ഉണ്ടായാൽ നേരെ കടലിലേക്കാണ് റേഡിയോ ആക്റ്റീവ് ഘടകങ്ങൾ പതിക്കുക. ഗൾഫ് രാജ്യങ്ങളുടെ ജലസ്രോതസ്സുകൾ വഴി ഇവ മനുഷ്യരിലെത്തും. തലമുറകൾ വ്യാപിക്കുന്ന മാരക രോഗങ്ങളാണ് പിന്നീട് ഈ രാജ്യങ്ങളെ കാത്തിരിക്കുന്നത്. നിലവിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങൾ കൊണ്ട് ആണവ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് ഈ രാജ്യം ഉറപ്പുവരുത്തുമ്പോഴും ആ ആശങ്ക പ്രദേശത്ത് ആകമാനം തളം കെട്ടി നിൽക്കുന്ന കാര്യം തള്ളിക്കളയാനാകില്ല.